എവരിവൺ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ബെസ്റ്റ് സ്കിൻ ഉണ്ടാവുക എന്നുള്ളത്. ബെസ്റ്റ് സ്കിന്ന് വേണമെങ്കിൽ നമ്മൾ ബെസ്റ്റ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് എന്തായാലും അറിയണം, വേണ്ടേ? അപ്പം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, 4 ടൈപ്സ് ഓഫ് സ്കിന്നാണ് നമുക്കുള്ളത്: ഓയിലി, ഡ്രൈ, കോമ്പിനേഷൻ, നോർമൽ. അപ്പം ഇതിൽ ഏത് ടൈപ്പാണ് നമ്മളെ സ്കിന്നെന്ന് നമുക്ക് അറിയൽ നിർബന്ധമാണ്. പക്ഷെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ സ്കിന്ന് വരിക. അധിക പേരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിൻ ടൈപ്പിനെ കുറിച്ച് അറിയാതെ റോങ് പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റെജീമായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ നോട്ട് ടേക്ക് യുവർ സ്കിൻ ടു എ ബെറ്റർ പ്ലേസ്. സോ ഐ റെക്കമെൻഡ് യു ടു കൺസൾട്ട് എ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ടു ഡിറ്റർമിൻ യുവർ സ്കിൻ ടൈപ്പ്. ഡോക്ടർ കാണാതെ സ്വന്തമായ വീട്ടിൽ നിന്ന് സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് റൈറ്റ് പ്രോഡക്ട്സ് വാങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് പിന്നെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന നൈറ്റ് കെയർ മീൻസ് നൈറ്റ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സാധാരണ ഈ AC ഒന്നും ഇടാതെ സാധാരണ ടെമ്പറേച്ചറിൽ നമ്മൾ കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. നമ്മളെ ഫോർഹെഡ്, നോസ്, അറൗണ്ട് ദ നോസ്, പിന്നെ ചിൻ, നമ്മളെ ഈ സീസോണിൽ ഇവിടെ ചീക്കിൽ അവിടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. ആ ഏരിയക്ക് പറയുന്നതാണ് T-സോൺ, പിന്നെ C-സോൺ, ഔട്ടർ പോർഷൻ ഓഫ് ദ ഫേസ്. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ ടച്ച് ചെയ്ത അവിടെ നമുക്ക് ഓയിലി ആയിട്ടാണോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെച്ചി ആയിട്ടാണോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടാണോ ഡാമ്പ് ആയിട്ടാണോ ഫീൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഈ T-സോണും C-സോണും ഭയങ്കര ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്തതെങ്കിൽ നമ്മളെ സ്കിന്ന് ഓയിലി ടൈപ്പാണ്. ഈ T-സോൺ ഓയിലിയും C-സോൺ ഡ്രൈയും ആയിട്ടാണുള്ളതെങ്കിൽ ഒരു പെറ്റി മച്ച് നോർമൽ സ്കിന്നായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ ടച്ച് ചെയ്ത T-സോണും C-സോണും ഫുൾ ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ നമ്മളെ ഫേസ് മിററിൽ കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ പോർഷനിൽ കുറച്ച് വൈഡ് ഓപ്പൺ പോസ്, പിന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ലുക്ക് ഇല്ലാതെ ഒരു ഡാർക്കറൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഫീൽ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിന്ന് ആക്നീസൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഓയിലി സ്കിൻ ടൈപ്പാണ്. നെക്സ്റ്റ്, നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ്ലി സ്ട്രെച്ചാണ്, നൈസ് ആൻഡ് സ്മൂത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിന്ന് നോർമലാണ് അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ഡ്രൈ സ്കിന്ന്. ഇനി സ്കിന്ന് കുറച്ച് സെൻസിറ്റീവായിട്ട് ഇറിറ്റേറ്റഡ്, പിന്നെ റെഡ്നെസ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ ചില ഏരിയാസിൽ ഫ്ലേക്കിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. മോർണിംഗിൽ മുഖം കഴുകുമ്പം പിന്നെ ഈ ഡേ ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് എക്സ്ട്രീംലി സെൻസിറ്റീവ്, ഡ്രൈ, ഡീഹൈഡ്രേറ്റഡ് ആണ്. നമുക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു സ്കിൻ ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളെ സ്കിൻ ടൈപ്പ് നമ്മൾ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അതാണ് നമ്മളെ സ്കിൻ ടൈപ്പ് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്, ഏജ്, പിന്നെ സീസൺ, പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എത്ര പൊല്യൂഷന് നമ്മൾ എക്സ്പോസ് ആവുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ സ്കിന്ന് ഓരോ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യാമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കാരണം നമ്മളെ സ്കിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഒരു 1 ഇയർ കഴിഞ്ഞിട്ടെങ്കിലും നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഒന്നും കൂടി നമ്മൾ നോക്കും. അപ്പം നമ്മൾ സ്കിൻ ടൈപ്പ് മാറുന്നതനുസരിച്ചിട്ട് നമ്മളെ സ്കിൻ കെയർ റെജീം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അല്ലാതെ സെയിം പ്രോഡക്റ്റ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് മാത്രമേ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ റൈറ്റ് പ്രോഡക്ട്സ് വാങ്ങാനും. സോ എല്ലാവർക്കും എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.